രാവിലെ തൊട്ട് നമുക്ക് പുറത്ത് പോകേണ്ട കുറച്ചധികം പ്ലാൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കിഴങ്ങറിയായിരുന്നു. കിഴങ്ങറിയാണ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് കറി വെക്കാനായിട്ട്. അതാവുമ്പം കിഴങ്ങും ഉള്ളിയും പച്ചമുളകും 2-3 വെളുത്തുള്ളിയും കൂടെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്ത് കടുക് വറുത്താൽ മാത്രം മതി. അപ്പം നമുക്കിന്ന് അംഗൻവാടി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് കുഞ്ഞിൻ്റെ ഹൈറ്റ് വെയിറ്റും ഒക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആശാ വർക്കർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ വരെ ഒന്ന് പോയി. എന്തായാലും നല്ല നട്ടപ്ര വെയിലായതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇത് ചിലവാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സൺസ്ക്രീനും കോമ്പാക്റ്റും ഒക്കെ ഇട്ടിട്ട് ഒരുങ്ങി ഒന്ന് പോയി അവിടെ വരെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അംഗൻവാടി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. തപ്പി നടന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വ്ളോഗ് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും പോവുകയാണ് ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ പുറത്തോ നമുക്ക് ഇവൻറ്റ്സും കാര്യങ്ങളും നടക്കാത്തത് കൊണ്ടല്ല, പക്ഷേ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നത്. അങ്ങനെ എൻ്റെ കുറേ കണ്ടൻറ്റുകൾ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ള സാവകാശം കിട്ടി. അങ്ങനെ തിരക്ക് പിടിച്ച ദിവസത്തിലെ ഫസ്റ്റ് കാര്യമായിട്ടുള്ള അംഗൻവാടി പോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. കുഞ്ഞിൻ്റെ പനിയൊക്കെ പൂർണ്ണമായിട്ട് മാറിയെങ്കിലും ചെറുതായിട്ട് മൂക്കൊലിപ്പുണ്ട്. അതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലൊക്കെ പോയി. എന്തായാലും ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങി പഫ്സും കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് നമുക്ക് 1-2 കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറക്കായിരുന്നു.